CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്കെതിരെ കൂടുതൽ നിർണായക തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചു. ഇൻവോയ്സ് ഇല്ലാതെയും വീണ CMRLൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയതായാണ് വിവരം ലഭിച്ചത്. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ 45 ലക്ഷമാണ് കൈപ്പറ്റിയത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. CMRLന്റെ തട്ടിപ്പ് രീതിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ടിലുണ്ട്. ചരക്ക് നീക്കത്തിന്റെ ചെലവെന്ന പേരിൽ ട്രാൻസ്പോർട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറും. പിന്നാലെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ച് CMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകുന്നതാണ് രീതി. ഇതിന് ട്രാൻസ്പോർട്ടർമാർക്ക് 7% കമ്മീഷനും ലഭിക്കും. വീണയുടെ പങ്കാളിത്തമുള്ള കമ്പനിയായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനെ കേന്ദ്രീകരിച്ചും കൂടുതൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഇതെല്ലാം പറയുമ്പോഴും 2024 നൽകിയ അല്ലെങ്കിൽ ലഭിച്ച മൊഴിയിൽ നമ്മൾ ഈ 2026 ചർച്ച നടത്തുന്നത്. ഈ 2 വർഷക്കാലത്തിനിടയ്ക്ക് എന്തുകൊണ്ടൊരു നടപടിയും ഉണ്ടായില്ല എന്നതിന് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉത്തരം പറയേണ്ടതുണ്ട്. എന്താണ് ഇപ്പോൾ ലഭിച്ച ഈ വിവരങ്ങളുടെ വിശദാംശങ്ങൾ? ഹർഷൻ, CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പ്രതികളുടെ അവരുടെ സ്വത്ത് വിവരങ്ങൾ അല്ലെങ്കിൽ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായി അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് 2017 മുതൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടാണ്. 2024 അടക്കമുള്ള മൊഴികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെ കാലയളവിൽ 45 ലക്ഷം രൂപ വീണ ടി ഇൻവോയ്സ് ഇല്ലാതെ കൈപ്പറ്റി എന്നുള്ളതാണ് പറയുന്നത്. CMRLൽ നിന്നും വീണയുടെ പങ്കാളിത്തമുള്ള കമ്പനിയായ ലേക്ക് ഇന്ത്യ കോർപ്പറേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ലേക്ക് ഇന്ത്യ കോർപ്പറേഷന്റെ 15,50,000 രൂപയാണ് ED മരവിപ്പിച്ചിരിക്കുന്നതും. ഒപ്പം തന്നെ CMRLന്റെ വിവിധ തട്ടിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. ചരക്ക് നീക്കത്തിന്റെ ചിലവെന്ന പേരിൽ ട്രാൻസ്പോർട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറുന്നതും പിന്നീട് ഈ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ച് CMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ട്രാൻസ്പോർട്ടർമാർക്ക് ലഭിക്കുക 7% കമ്മീഷനായിരുന്നു. ട്രാൻസ്പോർട്ടർമാരെ ചോദ്യം ചെയ്തതിലാണ് ഈ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹർഷൻ, സഹിൻ, ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഏത് ഗതിയിലാണ് എത്തിയിരിക്കുന്നത്? ഈ ലഭ്യമായി ഇപ്പോൾ പുറത്തു വന്ന മൊഴിക്കപ്പുറത്തുള്ള കാര്യങ്ങളിലേക്ക്, നടപടിയിലേക്ക് ED കടന്നിട്ടുണ്ടെങ്കിൽ ഈ 2 വർഷം കൊണ്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്നതുകൂടി വ്യക്തമാവണമല്ലോ. ഹർഷൻ, ഇതുവരെയും നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിട്ടില്ല. അക്കൗണ്ടുകൾ മരവിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മറ്റ് നടപടികളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ കേസ് അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും വിശദമായ ചോദ്യം ചെയ്യലുകൾ മാത്രമാണ് ഇപ്പോഴും നടക്കുന്നത്. സ്വത്ത് കണ്ടുകെട്ടൽ നടപടികളിലേക്ക് ഉടൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ വീണ ടിയുടെ വിവരങ്ങൾ മാത്രമല്ല, വിശദമായ വിവരങ്ങൾ ഇതിലാകമാനം. പക്ഷെ പുറത്തു വരുന്നത് വീണ ടിയെ സംബന്ധിച്ച വിവരങ്ങൾ മാത്രമാണ്. സഹിന്, ഈ 2024 തന്നെ പിണറായി വിജയനോടുള്ള ബന്ധം കൊണ്ടാണ് വീണയ്ക്ക് പണം കൊടുത്തത് എന്ന് ഈ കർത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പതിവ് രീതി അനുസരിച്ചാണെങ്കിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യണമല്ലോ. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ട് നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പിണറായി വിജയന് ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും അദ്ദേഹത്തിനില്ല എന്നുള്ളതാണ് ആദ്യഘട്ടം മുതൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. വീണ ടി ഒരു വ്യവസായിയായിരുന്നു, അവരൊരു ബിസിനസ് ചെയ്യുന്ന യുവതിയായിരുന്നു. അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഘട്ടത്തിലും പിണറായി വിജയൻ ഇടപെടൽ നടത്തുകയോ ശശിധരൻ കർത്തയുമായി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. പക്ഷേ ശശിധരൻ കർത്തയുടെ മൊഴിയിൽ മാത്രമാണ് ഇത്തരത്തിൽ വീണ സേവനം നൽകിയിട്ടല്ല, പകരം പിണറായിയുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടാണ് ഈ തരത്തിൽ പണം നൽകിയത് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പിണറായി വിജയൻ ഈ പണം നൽകാൻ ഏതെങ്കിലും ഘട്ടത്തിൽ ആവശ്യപ്പെടുകയോ പണം നൽകാൻ അവരോട് നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഈ ഇവരുടെ CMRLന്റെ തട്ടിപ്പ് വേറെയും കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അത് നേരിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എന്തെങ്കിലും നടപടി സ്വീകരിക്കാവുന്ന വിഷയമാണോ? അത് സംബന്ധിച്ച് എന്താണ് വിശദാംശങ്ങൾ?
സ്വാഭാവികമായും അത് കള്ളപ്പണ ഇടപാടുകളിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പ്രത്യേകിച്ചും അവരുടെ പൈസ, അവരുടെ കയ്യിലുള്ള പണം തന്നെ മറ്റൊരു ചിലവ് കാണിച്ചുകൊണ്ട്, ചരക്ക് നീക്കം എന്നുള്ള ചിലവ് കാണിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് കൈമാറുകയും പിന്നാലെ അക്കൗണ്ടിൽ നിന്ന് ഈ പണം പിൻവലിച്ച് CMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പണമായി നൽകുകയും ചെയ്യുന്നു. അതിൽ ട്രാൻസ്പോർട്ടർമാർക്ക് 7% കമ്മീഷൻ നൽകുന്നു. സ്വാഭാവികമായും അത് കള്ളപ്പണ ഇടപാടിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഹർഷൻ.